ഹലോ എവരി വൺ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ റെസിപ്പീസിൻ്റെ സീരീസിൽ ഡേ 12 ആണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെറുപയർ കറിയും പുട്ടുമാണ്. പുട്ടിൻ്റെ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചെറുപയർ കറി മാത്രമേ കാണിക്കുന്നുള്ളൂ. തലേ ദിവസം രാത്രി കുതിർത്ത ചെറുപയറിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. ചെറുപയർ നമ്മൾ തലേ ദിവസം രാത്രി കുതിർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഒരു അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാലും മതി. എന്നിട്ട് 2-3 വിസിൽ കുക്കറിൽ വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വറവിടണം. കടുക്, വെളിച്ചെണ്ണയിലാണ് വറവിടേണ്ടത്. കടുക് ഇട്ടിട്ടുണ്ട്, വറ്റൽമുളക്, പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി, കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് ചെറിയ ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത് നമ്മുടെ പുട്ടിൻ്റെ കൂടെ. ഈ ചപ്പാത്തിയുടെ കൂടെയും ഈ ഒരു കറി നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചെറുപയർ കറിയും റെഡി. ഇനി ഇന്നത്തെ ലഞ്ചിന് തൈര് സാദമാണ്, കേർഡ് റൈസ്. അപ്പോൾ ചോറ് ഞാൻ ഓൾറെഡി വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ചോറ് നന്നായിട്ട് തണുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ തൈര്, അതായത് ഇവിടെ ഒരു 3 കപ്പ് ചോറ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് തൈര് എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് വറവിടണം. കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ, ഉഴുന്നുപരിപ്പ് 1 ടേബിൾ സ്പൂൺ, കാഷ്യൂനട്ട് ഒരു 5-6 എണ്ണം, കുറച്ച് മുന്തിരിങ്ങ, പിന്നെ ഒരു അനാറ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു പകുതി മതി. പിന്നെ മല്ലിയില, പച്ചമുളക്, ചുമന്ന മുളകും വേണം. ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ വറവിടുന്നത്. ഇപ്പോൾ നമുക്ക് ചോറെടുക്കാം. ഞാനിവിടെ ഒരു 3 കപ്പ് ചോറാണ് എടുക്കാൻ പോകുന്നത്. അതായത് അരിയല്ല, ചോറ് 3 കപ്പ്, വേവിച്ച ചോറ് 3 കപ്പ്. കണ്ടോ, ഈ തണുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉലർന്നിരിക്കണം ചോറ്, അല്ലെങ്കിൽ നമ്മൾ ചൂട് ചോറിലേക്ക് തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ കട്ട പോലെയാവും. അതിലേക്ക് ഒരു 1.5 കപ്പ് തൈര്, കട്ട തൈര് വേണം. മോര് പോലെ ആവുമ്പോൾ ഭയങ്കര ലൂസായി പോവും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. കട്ട തൈര് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഒന്ന് മിക്സ് ചെയ്തെടുത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. കണ്ടോ, കുറച്ചൊന്ന് ലൂസായിരിക്കണം, കാരണം ഇത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടയാവും ഒന്നും കൂടെ. ഇനി നമുക്ക് വറവിടാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 വറ്റൽമുളക്, നമ്മുടെ കയ്യിൽ കൊണ്ടാട്ടമുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കണതാട്ടോ ടേസ്റ്റ്. അതും സൂപ്പർ ടേസ്റ്റാണ് തൈര് സാദത്തിൽ കൊണ്ടാട്ടമുളക് വന്നിട്ടുണ്ടെങ്കിൽ. തൈര് മുളക് എന്നൊക്കെ നമ്മൾ പറയില്ലേ അത്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും. ഈ 2 പരിപ്പും നല്ലോണം വേണം. അതായത് നമ്മൾ തൈര് സാദത്തിൽ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് മൂപ്പിച്ചിട്ട് ഒരു പകുതി ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ഒരുപാട് കളർ ബ്രൗൺ ആയിട്ട് കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാഷ്യൂനട്ട് മൂത്ത് കിട്ടില്ല. അപ്പോൾ അതൊരു പകുതി ഒന്ന് ഗോൾഡൻ കളറാവുമ്പോൾ കാഷ്യൂനട്ട് ചേർത്ത് 2ഉം കൂടെ അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ, കുറച്ചൊരു ഡാർക്ക് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകരുത്. കണ്ടോ, ഈ ഒരു ഷെയ്ഡ് മതി. ഒന്ന് നന്നായിട്ട് ബ്രൗൺ ആയി കിട്ടണം. പിന്നെ നമുക്കതിലേക്ക് മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്യുക. ഇനി ആ മുന്തിരിങ്ങ ഒന്ന് പഫായിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഒരു 3 പച്ചമുളകും മല്ലിയിലയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കളറ് മാറരുത് കേട്ടോ. മല്ലിയില ജസ്റ്റ് ഇനി ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഒരുപാട് നേരം അതിൽ തന്നെ ഇട്ട് കൊടുക്കണ്ട എണ്ണയിൽ. തീ ഓഫ് ചെയ്തിട്ടാണ് ഇത് ചേർക്കേണ്ടത്. മല്ലിയിലയുടെ കളറ് മാറാൻ പാടില്ല. എന്നാൽ ആ പച്ചമുളക് എണ്ണയിൽ ഒന്ന് മൂക്കും വേണം. അങ്ങനെ നമുക്ക് എടുക്കാം. എന്നിട്ട് അത് നമ്മുടെ ചോറ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരും ചോറും കൂടെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം.
ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അതല്ല നമുക്കിപ്പോൾ എന്താ പറയുക, ഒരുപാട് കുക്ക് ചെയ്യാനൊന്നും മൂടില്ലാത്തൊരു ദിവസമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും, ചോറ് വേവിച്ചത് കയ്യിലുണ്ടെങ്കിൽ. പിന്നെ അതിലേക്ക് അനാറ്, ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊരു ടേസ്റ്റാണ് ഈ തൈര് സാദത്തിൽ അനാറ് ഇങ്ങനെ കടിക്കുന്നത്. അനാറ് ഞാൻ ഇങ്ങനെയാണ് എടുക്കാറ്. നമ്മൾ പകുതിയായിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് എന്തെങ്കിലും ഒരു വുഡൻ സ്പൂണോ ഉണ്ടോ കയ്യിലുണ്ടോ എന്തെങ്കിലും ഇങ്ങനെ അതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അനാറിൻ്റെ അല്ലി മാത്രം ഇങ്ങനെ വീണ് കിട്ടും. അപ്പോൾ നമ്മുടെ തൈര് സാദം റെഡിയായി. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, എന്നാൽ നമ്മുടെ വയറിനൊക്കെ നല്ല സൂതിങ് ആയിട്ടുള്ളൊരു ഫുഡാണ് കേർഡ് റൈസ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരും ട്രൈ ചെയ്യുന്നതായിരിക്കും, പക്ഷേ ഈ ഒരു രീതിയിൽ വറവിട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഡിന്നർ പൊട്ടറ്റോ ഗ്രീൻ പീസ് മസാലയും ചപ്പാത്തിയാണ്. ചപ്പാത്തി ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ചപ്പാത്തി ഇതിൽ കാണിക്കുന്നില്ല, കറി മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു 2 വലിയ ഉരുളക്കിഴങ്ങ് കുറച്ച് എണ്ണയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഒന്ന് അതിൻ്റെ ഒരു കളറൊന്ന് മാറി കിട്ടണ വരെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. വറുത്ത് കോരുമൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് റോസ്റ്റായി കിട്ടിയാൽ മതി. എണ്ണ കടന്നിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് വേണം ഒന്ന് മൂപ്പിച്ചെടുക്കാൻ. എന്നിട്ടത് മാറ്റി വയ്ക്കാം. ഇത് നോൺ സ്റ്റിക്കിലാണെങ്കിൽ ഇങ്ങനെ അടി പിടിക്കില്ല. അതിനുശേഷം നമുക്കൊരു 2-3 സവാള ഉണ്ടത്, മീഡിയം സൈസ് സവാള 3 എണ്ണം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ സെയിം പാനിൽ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ തക്കാളിയും വെള്ളമൊക്കെ വരുമ്പോൾ അടി പിടിച്ചത് നന്നായിട്ട് ഇളകി പോന്നോളും. എന്നിട്ട് അതിലേക്ക് ഉപ്പും ചേർത്ത് നന്നായിട്ട്, അതായത് സവാളയിൽ ഉപ്പും ചേർത്തിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുത്ത് ഒന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അടച്ചു വയ്ക്കുമ്പോൾ പെട്ടെന്ന് അത് വഴണ്ട് കിട്ടും സവാള നമുക്ക്. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പേസ്റ്റ് ആണെങ്കിൽ അങ്ങനെ 2 ഓരോ ടേബിൾ സ്പൂൺ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, അതേപോലെ തന്നെ 1-1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിക്ക്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ അതൊന്നുമില്ല. പിന്നെ അത് നന്നായിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് നമുക്ക് മൂത്ത് കിട്ടും. അതായത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ മൂപ്പിച്ചെടുക്കാം നമുക്ക്. എന്നിട്ട് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് മസാലയിൽ മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കതിലേക്ക് കുറച്ചും കൂടെ വെള്ളം, ഒരു 1/4 കപ്പ് മതി, ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വറ്റിച്ചെടുക്കണം ആ വെള്ളം. അതിന് ശേഷം നമുക്ക് നമ്മൾ ഒന്ന് വഴറ്റി വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, അതായത് നമുക്ക് ഇതൊരു ഗ്രേവി ടൈപ്പ് കറിയല്ല, കുറച്ചൊന്ന് തിക്കായിട്ടുള്ള കറിയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവാനുള്ള വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് ആ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. അതല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രേവി ടൈപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർത്തോളൂ. പക്ഷേ ഇത് ശരിക്കും ഒന്നും ഗ്രേവി ടൈപ്പല്ല.
അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത ശേഷം നമുക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. അതല്ല നിങ്ങളുടെ കയ്യിൽ ഫ്രോസൺ ഗ്രീൻ പീസ് അല്ല, സാധാ ഗ്രീൻ പീസ് ആണെങ്കിൽ തലേദിവസം കുതിർത്ത് വെച്ചിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം വേണം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. കാരണം ഉരുളക്കിഴങ്ങിൻ്റെ ഒപ്പം കിടന്നിട്ട് ഗ്രീൻ പീസ് വെന്ത് കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം ഗ്രീൻ പീസ് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ കറി റെഡിയായി. ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് ഒരുപാട് സമയം എടുക്കില്ല അത് വേവാനൊന്നും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചാൽ തന്നെ അത് വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് പൊട്ടറ്റോ മസാല അല്ലെങ്കിൽ പൊട്ടറ്റോ ഗ്രീൻ പീസ് മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. ഇപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. സദ്യയിലൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ ഒരു കറി. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.